ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ +2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ചിലർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര മാർക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടാനുള്ള ടൈമൊന്നും നമ്മളുടെ കയ്യിലില്ല. വാട്ട് നെക്സ്റ്റ്? അതിൽ ഡിസിഷൻ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സാണോ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സസ് ആണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണൽ കോഴ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ വീഡിയൻ സാറും അതേപോലെ തന്നെ അഖില മിസ്സും വിശാൽ സാറും ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി പ്രൊഫഷണൽ കോഴ്സ് ആയാലും ഡിഗ്രി കോഴ്സ് ആയാലും ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അലോട്ട്മെന്റ് പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇതുപോലെ ഒരുപാട് സംശയങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. നമ്മൾ 10th കഴിഞ്ഞ് +1 വരുന്ന ടൈമിൽ നമുക്ക് ആകെ ഒരൊറ്റ സിംഗിൾ അലോട്ട്മെന്റ് പ്രോസസ് ആയിരുന്നു. അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്കൂളിലേക്കും ഒന്നിച്ചൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ +2 കഴിഞ്ഞ് ഇനി ഡിഗ്രി കോഴ്സിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നമുക്കൊരു സിംഗിൾ അലോട്ട്മെന്റ് പ്രോസസ്സ് അല്ല. നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കാലടി, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ആണ് കേരളത്തിലുള്ളത്. ഓരോരുത്തർക്കും ഓരോ അഡ്മിഷൻ പ്രോസസ്സാണ്. അലോട്ട്മെന്റ് ഡേറ്റ്സും സെപ്പറേറ്റ് ആയിട്ടാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും അലോട്ട്മെന്റ് പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് അവിടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ആ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിന് അണ്ടറിൽ ഏതൊക്കെ കോളേജസ് ആണ് വരുന്നത്, ആ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അതിൻ്റെ കോഴ്സ് കോഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കട്ട് ഓഫ് എത്രയാണ് എന്ന് നിങ്ങൾ നോക്കണം. +2 നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്, ആ പെർസെൻറ്റേജിനനുസരിച്ച് നിങ്ങൾക്ക് ആ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം അലോട്ട്മെന്റിൽ നിങ്ങൾ കോളേജസിന്റെ ലിസ്റ്റ് നിങ്ങൾ കൊടുക്കാനായിട്ട്. ഇനി ജനറൽ മെറിറ്റ് അല്ലാതെ ഇനി കോട്ടാസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പോർട്സ് കോട്ടയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള നിങ്ങൾ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആക്കണം. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത്, അതൊക്കെ ഇപ്പോഴേ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഇനി യൂണിവേഴ്സിറ്റീസ് അല്ലാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോണോമസ് കോളേജസ് ആണ്. ഓട്ടോണോമസ് കോളേജിലേക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഈ കോളേജസിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് എൻഡ് ചെയ്യുന്നത്, എന്താണ് അവിടെ കട്ട് ഓഫ് വരുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കുള്ള കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോളേജസ് ആണെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട എന്നീ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അതിനുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആയിരിക്കും. സോ അവിടെ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്, നമ്മൾ മാർക്ക് വെച്ച് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നതൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഒരു കോളേജിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി പ്രൊഫഷണൽ കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ CA, CMA, ACCA ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇവിടെ നമ്മളെ കൊമേഴ്സ് പ്രോയിൽ, Xylem കൊമേഴ്സ് പ്രോയിൽ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്രൂഷ്യലാണ്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്സ് വരുന്നത്, അലോട്ട്മെന്റ് പ്രോസസ്സ് ഓരോ യൂണിവേഴ്സിറ്റിന് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അതിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.